സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന അബ്ദുൽ ഖാദർ സാഹിബ്, മറ്റു പണ്ഡിത സുഹൃത്തുക്കൾ, വളരെ ആവേശത്തോടു കൂടി മത്സരത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾ, അത് വീക്ഷിക്കാൻ വേണ്ടി ഇവിടെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈയൊരു സ്ഥലം ഇത് തരിശായി കിടന്ന പ്രദേശമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയിലുള്ളതുപോലെ ഗൈറു ദീ സർ, കൃഷി യോഗ്യമല്ലാത്തത് എന്നാണ്, പക്ഷേ കൃഷി ഇല്ലാത്തത് എന്ന് നമുക്കതിന് അർത്ഥം പറയാം ഇപ്പോൾ. പക്ഷേ അൽഹംദുലില്ലാഹ് ഇപ്പോൾ രണ്ട് രീതിയിലുള്ള കൃഷികളാണ് ഇവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നത്. അതിലൊന്ന്, നമ്മൾ വരുമ്പോൾ പച്ചപ്പ് നിറഞ്ഞ തെങ്ങിൻ തോപ്പുകളും വെജിറ്റബിൾസും, കുറച്ച് നേരത്തെ അബ്ദുൽ ഖാദർ മൗലവി തന്നെ കൊണ്ടുപോയി കാണിച്ചു. അതായത് ഇവിടെ സ്ഥാപനത്തിന് വരുമാനമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രൊജക്റ്റിനെ സംബന്ധിച്ച് അൽഹംദുലില്ലാഹ് അതൊക്കെ വിജയകരമായി പൂർത്തീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ രണ്ട് രീതിയിലുള്ള കൃഷികൾ എന്ന് പറയുമ്പോൾ അതിലൊന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇവിടെ കാണാൻ കഴിയുന്നു, മറ്റൊന്ന് ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കൃഷിയാണ്. ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് നടക്കുന്ന കൃഷി ഏതാണ്? നമ്മുടെ നാട്ടിലെ കൂൺ കൃഷി അല്ലേ? അതിനെപ്പറ്റി പഠിച്ചിരുന്നു. ഇപ്പം കുറേ ആളുകൾ കുങ്കുമ കൃഷി നടത്തുന്നുണ്ട് കേരളത്തിൽ, ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമാണ്. എന്നാൽ ഇവിടെ ഈ കെട്ടിടത്തിൻ്റെ അകത്ത് മറ്റൊരു കൃഷി നടക്കുന്നത്, അതിൻ്റെ ലെവലൊന്ന് വേറെയാണ്. ഈ രണ്ട് കൃഷിയെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുണ്ട്. മൻ കാന യുരീദു ഹർസ ദുനിയ, ദുനിയാവിൻ്റെ കൃഷി ആരെങ്കിലും തേടിപ്പോകുന്നുവെങ്കിൽ നുഅ്തിഹി മിൻഹ, അതിൽ നിന്ന് നാം അവന് നൽകും. വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, പരലോകത്ത് അവന് യാതൊരു വിഹിതവും ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ ഏതൊരു കർമ്മത്തിലും നമ്മുടെ ലക്ഷ്യം മാറിപ്പോകാൻ പാടില്ല. അള്ളാഹുവിനോട് നിരന്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്ത വളരെ സുന്ദരമായ ഒരു ദുആയാണ് വലാ തജഅലി ദുനിയ അക്ബറ ഹമ്മിന. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് ഈ ദുനിയാവാക്കി മാറ്റില്ലേ പടച്ചവനെ. അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ദീനന അല്ലദീ ഹുവ ഇസ്മത്തു അംറിന, നമ്മുടെ കാര്യങ്ങളൊക്കെ സംരക്ഷണം നിൽക്കുന്ന ദീനിനെ സംരക്ഷിച്ച് നിർത്തണം, അത് നന്നാവണം. അതുപോലെ നമ്മുടെ മഈശത്ത്, നമ്മുടെ ഉപജീവനമുള്ള ഈ ഐഹിക ലോകവും മടങ്ങിച്ചെല്ലാനുള്ള പാരത്രിക ലോകവും നന്നാക്കി തരണമേ എന്ന് നിരന്തരമായി ദുആ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ഏത് തരം കൃഷിയാണെങ്കിലും തീർച്ചയായും അതിൻ്റെ നീയത്ത് നമുക്ക് മാറിപ്പോകാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഉലമാക്കളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ ഏത് തരത്തിലുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണെങ്കിലും ശരി, ചരിത്രപരമായ ഗ്രന്ഥങ്ങളാണെങ്കിലും ശരി, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ എന്ന നീയത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അതിസുന്ദരമായ ഹദീസ് വിശദീകരിച്ചുകൊണ്ടാണ്. കാരണം നമ്മുടെ നീയത്ത് മാറിപ്പോകാൻ പാടില്ല. ഏതൊരു വിഷയത്തിലും ഓരോരുത്തരും എന്താണോ കരുതിയത് അതവനുണ്ട്. ഇപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ, വലിയ കോർപ്പറേറ്റുകളൊക്കെ 30,000 40,000 രൂപ മുടക്കിയിട്ട് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയൊക്കെയുള്ള കോച്ചിങ് ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ അതിസുന്ദരമായ, ഏറ്റവും
സ്പഷ്ടമായ ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് ഈ നീയത്തിൽ കാണാൻ പറ്റും. ഓരോരുത്തരുടെയും നീയത്തതായിരിക്കണം. നമ്മുടെ നീയത്ത് നന്നാക്കി തീർക്കാൻ നമ്മൾ നിരന്തരമായി പരിശ്രമിക്കണം. രണ്ടാമത്തെ കൃഷിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഒന്ന് ദുനിയാവിൻ്റെ പിന്നാലെ പോകുന്ന കൃഷിയാണ്, മറ്റൊന്ന് പാരത്രിക ലോകത്തുള്ള അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൃഷി. അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നുഅ്തിഹി മിൻഹാ എന്നല്ല, നസിദ് ലഹു ഫീ ഹർഫി, അവൻ്റെ കൃഷിയിൽ നാം വർധനവുണ്ടാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹു, അല്ലാഹുമ്മ ജഅൽനാ മിൻഹു, വർധനവുണ്ടാക്കി കൊടുക്കും. മറ്റേതൊക്കെ നമ്മൾ ദുനിയാവ് ലക്ഷ്യം വെച്ചുണ്ടാക്കിയാലും പരലോകം ലക്ഷ്യം വെച്ചുണ്ടാക്കിയാലും ഈ ലോകത്തെ അള്ളാഹുവിൻ്റെ അർ റഹ്മാൻ എന്ന വിശേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കുല്ലൻ നുമിദ്ദു ഹഉലാ വഹഉലാ മിൻ അതാഇ റബ്ബിക്, അവർക്കും ഇവർക്കും അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമായി നൽകും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു കൃഷിയുണ്ട്. തീർച്ചയായും അത് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുന്ന ആളുകളെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വിത്ത് പാകി അതിൻ്റെ ഫലം വരുന്നത് വരെ അവർ കായ്ച്ചു നിൽക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പുഷ്ടിപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് ഇവിടുത്തെ ഉസ്താദുമാരും ഇവിടുത്തെ മാനേജ്മെൻറ്റുമൊക്കെ നിരന്തരം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് കൃഷിയും വളരെ നന്നായി നിർവഹിക്കാൻ അറിയുന്ന ആളാണ് നമ്മുടെ അബ്ദുൽ ഖാദിർ മൗലവി എന്ന് പറഞ്ഞാൽ. നമുക്ക് കുറേ വർഷത്തെ പരിചയമുണ്ട്. എൻ്റെ പിതാവിൻ്റെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം കണ്ട് ഈ ലോകത്തും പരലോകത്തും സന്തോഷിക്കാൻ അദ്ദേഹത്തിനും നമുക്കുമൊക്കെ സാധിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. കുറേ ആളുകൾ ഇവിടെ മത്സരത്തിനായി വന്നിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ മത്സരം ആരംഭിക്കുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മത്സരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ ആളുകൾ വലിയൊരു സ്ക്രീനിങ് കഴിഞ്ഞ് എടുക്കപ്പെട്ട കുട്ടികളാണ്. അവരൊക്കെ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതൊരു വലിയൊരു സൗഭാഗ്യം കൂടിയാണ്. അതോടൊപ്പം അവരെ നാം സ്ഥാപനത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ നന്നായി തജ്വീദോട് കൂടി നല്ല ഈണത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുക എന്നുള്ളത് വലിയ സൗഭാഗ്യമാണ്. സ്വയം അത് ആസ്വദിക്കാനും കഴിയും, മറ്റുള്ളവരെ അത് ആസ്വദിപ്പിക്കാനും കഴിയും. നമുക്കറിയാം അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സഹാബത്ത് വിളിച്ചുകൊണ്ടുവരും. ഒരു മജ്ലിസിൽ ഇരുത്തി വളരെ ഈണത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. അവരൊക്കെ അതിനെ സംബന്ധിച്ച് അത് കേൾക്കുകയും ശ്രദ്ധിച്ച് കേൾക്കും. ഇദാ ഖുറിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു, സദസ്സിനോട് പറയാനുള്ളത് അതാണ്. ലഅല്ലക്കും തുർഹമൂൻ, പരിശുദ്ധ ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങൾ മിണ്ടാതിരിക്കണം, നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കാൻ വേണ്ടിയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. ആ പരിശുദ്ധ ഖുർആനാണ് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു വളരെ ഈണത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു. സഹാബത്തൊക്കെ തടിച്ചുകൂടി അത് എങ്ങനെ കേൾക്കുന്നു. എന്നിട്ട് ആ ഓതിയ ഒരു പോർഷൻ അത് എങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, ആ പരിശുദ്ധ ഖുർആനായി നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് അവരെ ആലോചിച്ച് കൊണ്ടാണ് അവർ ആ സദസ്സ് വിട്ടുപിരിഞ്ഞിരുന്നത് എന്നാണ്. അബൂ മൂസ അശ്അരിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അത് ബിസിനസ് നടത്തിയിരുന്ന ആളുകൾ, യാ അനസ്, അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷാപ്പാണ്, യാ അനസ് അരിക് ഹാദിഹിൽ ഖിലാൻ, ഈ വീപ്പകളൊന്ന് ഒഴിച്ചു കളഞ്ഞേക്കൂ എന്ന് പറഞ്ഞപ്പോൾ വളരെ കൃത്യമായിട്ട് അവർക്ക് അവരുടെ ലാഭവും നഷ്ടവും നോക്കാതെ അതൊക്കെ നിർവഹിക്കാൻ കഴിഞ്ഞത് പരിശുദ്ധ ഖുർആനിൻ്റെ ലഹരി അവരെ പ്രേരിപ്പിച്ചു എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. ഈ പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുക മാത്രമല്ല, അത് അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ആസ്വാദനം ഒന്നുകൂടി വർദ്ധിക്കും. അത് തദബ്ബുർ ചെയ്ത് ഓരോ ആയത്തുകളും, പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും നല്ല ബസീറത്തോടു കൂടി ഉൾക്കാഴ്ചയോടുകൂടി പാരായണം ചെയ്യുകയും അത് അന്വേഷിച്ചിറങ്ങുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അത് വല്ലാത്ത സുഖം നമുക്ക് നൽകും. നമുക്കറിയാം അബൂജഹിൽ, ഇസ്ലാമിൻ്റെ കൊടിയ ശത്രു എന്ന് വിശേഷിപ്പിച്ച അബൂജഹിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
രാത്രി നിസ്കാരത്തിൽ വളരെ സുദീർഘമായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്ന ആ വീടിൻ്റെ പരിസരത്ത് രാത്രി പാത്തും പതുങ്ങിയും വന്നു. അങ്ങനെ അത് ആസ്വദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസ്വദിക്കുകയാണ്. അതുകൊണ്ട് കാലിൽ നീർക്കെട്ടുവോളം നിൽക്കുന്നത് അറിയുന്നില്ല, അത്രയും സുദീർഘമായി അള്ളാഹുവിനോട് സംസാരിക്കുന്നത് അറിയുന്നില്ല. അബൂജഹലിനും അറിഞ്ഞില്ല, നേരം പുലരുന്നത് അറിഞ്ഞില്ല. അങ്ങനെ അവസാനം നേരം നല്ലവണ്ണം പുലർന്നപ്പോൾ പരിസരബോധമുണ്ടായി. അയാൾ തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ വേറെ ഒരാളെ അവിടെ കാണുകയാണ്, അതായത് അബൂ സുഫിയാൻ. അയാളും ഇതുപോലെ കട്ട് കേൾക്കാൻ വന്നതാണ്. ഇവർ രണ്ടുപേരും പോകുന്ന സമയത്ത് വേറൊരാളെയും കൂടി കാണുകയാണ്. അങ്ങനെ ഖുറൈശി പ്രമുഖന്മാരൊക്കെ ഇവിടെ അഖ്നസ് ഇബ്നു ശുറൈഖിനെയും കാണുകയാണ്. അവര് പറഞ്ഞു, ഞങ്ങളെപ്പോലുള്ള നേതാക്കൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ അണികൾ ഞങ്ങളെ വെച്ചേക്കില്ല, ഇനി ഒരിക്കലും നമ്മളിവിടെ ഈ രീതിയിൽ ഒരുമിച്ച് കൂടാൻ പാടില്ല എന്ന് ശപഥം ചെയ്തുകൊണ്ട് തിരിച്ചു പോകുന്നു.